ഞാൻ പറയുന്നതെല്ലാം കേട്ടാൽ റിസ്ക് എടുക്കണ്ട. നല്ല കുട്ടിയായാലും ഇന്ന് ലീവാക്കാൻ വിടുന്നു പറഞ്ഞ് എല്ലാ ലീവ് ദിവസവും ഞാൻ ഇവളിങ്ങനെ പറ്റിക്കും. പരിപ്പ് വട ഓൾറെഡി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ലേറ്റായി എണീച്ചതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാം എന്നുള്ള രീതിക്ക് എന്നോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ബ്രെഡും മുട്ടയും മതി. പിന്നെ നമ്മൾ നമ്മുടെ എപ്പോഴത്തെയും സണ്ണിക്കുട്ടിനെയും ബ്രെഡും ആക്കാൻ വിചാരിച്ചു. 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയ ക്ലീഷേ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ഇത്. റൊട്ടി ജാമാക്കൂല, റൊട്ടീനൊപ്പം ജാമ കൂട്ടി കഴിക്കും. മുട്ട മയോണൈസ് ആക്കുക. മുട്ട ജ്യൂസ് എടുക്കുക. മുട്ടനെ കൊണ്ട് ചായ ആക്കും. ചായനെ കൊണ്ട് ചായ അല്ലാതെ ഒഴിച്ചിട്ട് മുട്ട വന്നേക്കാം. മുട്ട വന്നേക്കുക. അല്ലാണ്ട് മുട്ട എന്റെ തിന്നിട്ടില്ല. വേഗം തിന്ന് നമുക്ക് പരിപ്പ് വട ആക്കട്ടെ. ഇന്നലെ നൈറ്റ് പരിപ്പ് കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താക്കേണ്ടതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്നത് പരിപ്പ് വടയാണല്ലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാം. ചിലപ്പോൾ അത് അമ്മമ്മക്ക് ഇഷ്ടമായിരിക്കും. അമ്മമ്മക്ക് ഒന്നും കഴിക്കാൻ താല്പര്യമില്ലാണ്ടിരിക്കണം. കൊടുത്തോക്കാം. നമ്മുടെ അമ്മമ്മ കഴിക്കുന്നു വിചാരിച്ച് നല്ല സാധനമൊക്കെ എന്തെങ്കിലും കൊണ്ടുകൊടുത്താൽ ഒന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. ബിരിയാണിയിൽ വെച്ച് കൊടുത്താൽ അതിന് വരെ അമ്മമ്മ കുറ്റം പറയും. എന്നിട്ട് ചോറെല്ലാം വെച്ച് തിന്നലുണ്ട്. ഞാനെന്തെങ്കിലും ഇങ്ങനെ ആക്കി കൊടുത്താലെല്ലാം ഇഷ്ടപ്പെടാക്കിയിട്ട് കൊടുത്തോ. ഞാനീ പരിപ്പ് വട സാമ്പാർ പരിപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഇത് കടലപ്പരിപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഇത് തുവരപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് സാമ്പാറിലിടാൻ താല്പര്യം മറ്റേ റെഡ് ഓറഞ്ച് കളറുള്ള പരിപ്പാണ്. അതാകുമ്പോൾ പെട്ടെന്ന് വന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇത് വാങ്ങിയാൽ മിക്കവാറും എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടാകും. അത് കുറച്ചേ ഉള്ളൂ എന്ന് മാത്രമേ ഞാൻ ഇതെടുത്തിട്ട് സാമ്പാർ വെക്കുള്ളൂ. പക്ഷെ ഇത് വെച്ചിട്ട് വേറെ എന്തൊക്കെയോ ഉണ്ടാക്കാം. പരിപ്പ് വടയൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ കയ്യിലുള്ളത് കൊണ്ട് ജസ്റ്റ് നൈറ്റ് കുതിർത്ത് വെച്ചതാണ്. പിന്നെ അമ്മമ്മക്കും കൊടുത്തു നോക്കാം. ഓർ എന്ത് കൊടുത്താലും അത് കഴിക്കാൻ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കിടപ്പിലാണ്. പരിപ്പ് ഇതുപോലെ അരിച്ചെടുക്കണം. അതിലെ വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇത് ക്രഷ് ചെയ്യാൻ. അല്ലെങ്കിൽ അത് പേസ്റ്റ് ആയി പോകും. അതിൽ വാട്ടർ കണ്ടന്റ് കൂടിപ്പോകും. അപ്പോൾ പരിപ്പ് വട നന്നായി വരില്ല. പരിപ്പ് വടയിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകിൽ ഇതുപോലെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ നിരടിയിട്ട് ആ ക്രഷ് ചെയ്ത പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഇത് പരിപ്പ് ക്രഷ് ചെയ്തിരുന്ന ടൈമിൽ ഈ ഉള്ളിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഞാനിപ്പം നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. പരിപ്പ് ക്രഷ് ചെയ്യാൻ ജാറിലിടുന്ന ടൈമിൽ അതിലൊട്ടും വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ നല്ല രീതിക്ക് കിട്ടുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തു, ജീരകം ചേർത്ത് കൊടുത്തു, കറിവേപ്പില, ഇഞ്ചി, പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ 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 ഈ ഉള്ളിയും ചേർത്ത് കൊടുത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കണം. എരിവ് പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കാത്തത്. എന്നാലൊരു ചെറിയൊരു എരിവിനും ഫ്ലേവറിനും ഞാൻ ഇതിലേക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പറയാൻ മറന്നുപോയത്. വട കിട്ടുകൊണ്ട് അടുക്കള ക്ലീൻ ചെയ്തു. അതുകൊണ്ട് ഇനി വടയും എടുത്തിട്ട് അങ്ങോട്ട് പോവേ വേണ്ടു. പിന്നെ ഒരു വടയും ചായയൊക്കെ കഴിച്ചിട്ടാകാമല്ലോ അപ്പുറത്തിന് ലഞ്ചിൻ്റെ പരിപാടി. അത് കൊടുക്കാൻ വേണ്ടി താഴെ പോയപ്പോഴാണ് വീട്ടിൽ 2 ആൾ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത്. അവരോട് 2 വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ലഞ്ച് ഉണ്ടാക്കാനുണ്ടല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ഞാൻ അപ്പുറത്തേക്ക് പോയി. ഇവരെ കണ്ട് ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് അമ്മമ്മക്ക് വട ഇഷ്ടമായിനോ എന്ന് അറിയാൻ പറ്റിയിട്ടില്ലല്ലോ. പിന്നെ അവിടെ ചോദിച്ചപ്പോൾ ഞാൻ അധികം എരിവൊന്നും ഇടാതെയാണല്ലോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അമ്മമ്മ അത് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അടുക്കളയിലെത്തിയപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടുണ്ട്. ഇനി വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യണം. ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പണി ചിക്കൻ ഫ്രൈ ചെയ്യലും വെജിറ്റബിൾ കട്ടിങ്ങും ഒക്കെയാണ്. ഞാൻ കുക്ക് ചെയ്യാൻ നിൽക്കാറില്ല. കുറേ ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ സൺഡേ എപ്പോഴും സ്പെഷ്യൽ എന്തെങ്കിലും ചിക്കൻ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മളത് കറക്റ്റായിട്ട് ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷേങ്കിൽ ഹൗസ് വാമിങ്, വീട്ടുപണി, അമ്മമ്മ വീണു, അങ്ങനെ എന്തൊക്കെയോ തിരക്കുകളായിട്ട് ഇപ്പം അങ്ങനെ ഒരു സൺഡേ സ്പെഷ്യൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പോലും മറന്ന പോലെയായി.
കുക്കറിൽ ഉള്ളിയൊക്കെ വേവിച്ചെടുത്തിട്ട് കല്യാണ വീട്ടിലുണ്ടാക്കുന്ന പോലെയായിരുന്നു നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറ്. സൂപ്പറായിട്ട് കിട്ടാറുണ്ട്. അതിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കണക്ഷൻ കിട്ടാതെ പോലെയായിട്ട് ലയിച്ച് പാത്രത്തിൽ തന്നെ കുക്കറിലൊന്നും ആക്കിയിട്ടില്ല. അല്ലാതെ തന്നെ ബിരിയാണി വെച്ച് നമ്മളെ ബിരിയാണിയൊക്കെ കൊളായ അവസാനം നെയ്ച്ചറും ചിക്കനും എന്നുള്ള രീതിയിലൊക്കെ അതായിട്ടുണ്ടായിരുന്നു. ബിരിയാണി സെറ്റാകാത്ത വിഷമം കൊണ്ട് നിൽക്കുമ്പോഴാണ് മാമനും മാമിയൊക്കെ വന്നത്. അത് അമ്മമ്മേനെ കുളിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അമ്മമ്മക്ക് കുളിക്കാതെയൊക്കെ കുറേ ദിവസമായിട്ട് ഭയങ്കര പരാതിയും പരിഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ വന്ന് അമ്മമ്മേനെയൊക്കെ കുളിച്ച്, പിന്നെ അവർക്ക് തിരക്കുള്ളത് കൊണ്ട് നമ്മളെല്ലാവരെയും തിന്നാൻ വാ എന്നാണ് നമ്മളാരും പോകാത്തതുകൊണ്ട് അവർ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പണിമുടക്ക് ആയതിനാൽ പ്രതീക്ഷിക്കാതെ കിട്ടിയ ലീവാണല്ലോ. അപ്പോൾ അമ്മമ്മേനെ കാണാൻ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തതിൻ്റെ ബാക്കി തെങ്ങിന് വളം ഇടാനുണ്ടല്ലോ, അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിസ്മയ വന്നത്. അപ്പം നമ്മളൊരു ഗ്രീൻ കളറുള്ള വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി കഴിച്ച് 2 വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെയും ഞാൻ തെങ്ങിൻ്റെ പരിപാടിക്ക് പോയി അത് വളമൊക്കെ ഇട്ട് വന്ന് എന്തെങ്കിലും വെജിറ്റബിൾ ഹാർവെസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ പറിച്ചെടുത്ത് നോക്കുമ്പോൾ 5:30. സംഭവം ഇന്ന് വെനസ്ഡേ ആണെങ്കിലും എല്ലാവരും ഉള്ളതുകൊണ്ട് ഇന്ന് സൺഡേ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് ഒക്കെ ആകുമ്പോൾ അമ്മമ്മേനെ കാണാൻ ഇനിയും ഗസ്റ്റൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം.